ஹலோ, நான் அட்டப்பாடியில முத்துலட்சுமி பேசுறேன். அட்டப்பாடியில முத்துலட்சுமியா? ஆர வேண்டது? என் அன்பு காதலன் பிரதீப் மூப்பன் இருக்குங்களா? பிரதீப் மூப்பனா? ஆமா. நீங்க யாரு? தம்பியா? நான் உன்னோட அண்ணதானே. அண்ணனு கொஞ்சம் கொள்ற சின்ன தம்பி. ചേട്ടാ, അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മി മാമി. മുത്തുലക്ഷ്മിയോ? അയ്യോ പാവം, ഒന്നും അറിയില്ല. ഗവേഷണമാണെന്ന് പറഞ്ഞ അട്ടപ്പാടിക്ക് മുങ്ങണ ഇതിനാണല്ലേ? ഹലോ, ആരാ? മനസ്സിലായില്ല. മുത്തുലക്ഷ്മിയോ? கடவுளே, நீங்க என்ன மறந்துட்டியா? நான் உன்னோட காதல் முத்துலட்சுமி. മുത്തുലക്ഷ്മിയോ? അങ്ങനെ ഒരു പെണ്ണിനെ എനിക്കറിയില്ലല്ലോ. என்ன காதலா இப்படி எல்லாம் பேசுறது? நீ என் சிவலி பேரு பாண்டி, தீச்சட்டி கோவிந்தன். நான் உன்னோட குஷ்பு. காட்டு தேனும் காட்டு கிழங்கும் எல்லாம் சாப்பிட்டது நீ மறந்துட்டியா? பரவாயில்லை. ஆனா என்ன நீ மறந்தா ഞാൻ തൂങ്ങി ചാവും, ആറ്റി ചാടി ചാവും. ആമാ, സാവും സാവും. തമിഴും മലയാളവും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്ന ആദിവാസിയോ? അതാരാ? നീ എന്തിനാ എന്നെ ഇങ്ങനെ മേടിച്ചു നോക്കുന്നത്? ഞാൻ ആ പെണ്ണിനെ അറിയത്തൊന്നുമില്ല. അപ്പൊ അത് ശരി, ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഒളിച്ചു കളിച്ചാണല്ലേ? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരുവിധം മാറി വരിക. ആദിവാസി സ്ത്രീകളെ പീഡിപ്പിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാലോ? വെറുതെ വല്ല സ്ത്രീപീഡന കേസിൽ നിന്ന് ചാടൽ ചേട്ടാ. ഇതെടുത്ത് തലയിൽ കൂടെ അടിച്ചെന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വയ്ക്ക. ഇതൊന്നും കണക്കി കൊള്ളിക്കാത്ത ഫയലുകളാണല്ലോ പിള്ളേ. അത് സാർ, സിമന്റ് മൂവ്മെന്റിന്റെ രേഖകളിലും കൃത്രിമത്വമുണ്ട്. വെറുതെ അല്ല തന്നെ നാട്ടുകാർ ആന വിഴുങ്ങിന്ന് വിളിക്കുന്നത്. നാളെ 10 മണിക്ക് ഓഫീസിലെത്തണം. ഓ, Come on, take the files. We can go. ഹലോ, എഞ്ചിനീയർ സാർ ആയിരുന്നോ? ഒന്നും പറയണ്ടല്ലോ സാറേ. ഇവിടെ ആ ഇൻകം ടാക്സുകാരന്മാർ ഉള്ളതെല്ലാം തൂത്തു പെറുക്കിക്കൊണ്ട് പോയി. കഷ്ടകാലമെന്നല്ലാതെ എന്ത് പറയാനാ. കോൺട്രാക്ടുകൾ പലതും ക്യാൻസലായി. പണിതീർന്ന പാലത്തിനാണെങ്കിൽ വിള്ളല്. ആകെ ഗതികേടില്ല. അല്ല, ഇപ്പൊ എന്താ വിശേഷിച്ച്? എന്താ, എന്ത് പറ്റി? നമ്മൾ ഹൗസിംഗ് കോളേജ് പണിതോണ്ടിരുന്ന ഫ്ലാറ്റ് തെക്കോട്ട് എരിഞ്ഞെന്ന്. ഓ, ആന ചരിയുന്നു. പിന്നെ ഫ്ലാറ്റ് ഒന്നും മിണ്ടാതെ അപ്പുറത്ത് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം, നിങ്ങൾ അകത്താകാതെ സൂക്ഷിച്ചാ മതി. ഓ, ഞാൻ അകത്ത് പോയാ നിനക്കെന്താടി മഹളാസവാദില്ലേ? ഓ, അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മിയാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരെ ശരിക്കും ഒന്ന് വരണ്ടു. തമിഴ് സിനിമയിൽ പഠിച്ച തമിഴൊക്കെ വെച്ച് കാച്ചി ഞാനൊരു ലെവലിൽ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അവസാനം നാവിന്ന് അറിയാതൊരു ഇംഗ്ലീഷ് വീണുപോയി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അന്ന് ഫംഗ്ഷൻ വന്ന ആ കക്ഷിയല്ലേ? നിങ്ങൾ തമ്മിൽ ചേരും കേട്ടോ. ഒന്ന് പോടി. ഉടുക്കും മിഴാവും ചേർന്ന് ഒരു ജുഗൽബന്ദി അവതരിപ്പിക്കാന്ന് ഞാൻ റിസർച്ച് ചെയ്തു. നീ പറഞ്ഞ കക്ഷിയിലാ വരുന്നത്? അയ്യോ, ആദിവാസികൾ ഇവിടെ എത്തിയോ? ഞങ്ങൾ ചെന്നാ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കട്ടെ. വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ആമ്പിള്ളേരെ കണ്ടപ്പോ അവളുടെ സകല സ്മാർട്ട്നസും പോയി. മോശം മോശം. ഏയ്, അങ്ങനൊന്നുമില്ല. എന്നാ ചെല്ലേ. ഓക്കെ ഓക്കെ, വേഗം ചെല്ലേ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ? ഞങ്ങളിങ്ങനെ വെറുതെ ഐസ്ക്രീം. നീ അറിയില്ലേ, നമ്മുടെ പിള്ള സാറിന്റെ മോളാ. മനസ്സിലായി. ഇരിക്കൂ. ഒരു ഐസ്ക്രീം പറയട്ടെ? വേണ്ട, കൂടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ഉണ്ട്. അവരെയും കൂടെ വിളിച്ചോളൂ. വേണ്ട. പാട്ട് പാടുമല്ലേ? അത്യാവശ്യം. ആര് പറഞ്ഞു? ടിവിയില് ആദിവാസി പാട്ടുണ്ടായിരുന്നു ഇന്നലെ. കണ്ടോ? നന്നായിരുന്നു. താങ്ക്സ്. ഏയ്, അട്ടപ്പാടി മുത്തുലക്ഷ്മി, ശീഘ്രം വാങ്ങോ.